ഹലോ, അപ്പോൾ ഇന്ന് നമുക്കൊരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ? അതെ, അപ്പോൾ നമ്മളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ജീസു രാവിലെ എണീറ്റായിരുന്നു, അപ്പോൾ അവന് എന്തെങ്കിലും കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പം നമ്മൾ ഇന്നലെ വൈകുന്നേരം ലേറ്റായതുകൊണ്ട് പൂളിൽ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല ജീസുവിനെ. ഞങ്ങൾ പോകുമ്പോഴേ പറഞ്ഞായിരുന്നു പിന്നെ പൂളിലൊക്കെ കളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അവൻ ആ മൈൻഡിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ചെക്കൗട്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് കുറച്ച് സമയം അവനെ കൊണ്ടുപോയിട്ടൊന്ന് അവിടെ കളിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവന് ഡ്രസ്സൊക്കെ കൊണ്ടുവരുന്നു, പൂളിൻ്റെ ഡ്രസ്സൊക്കെ കൊണ്ടുവരുന്നു. അങ്ങനെ അതിട്ടിട്ട് അവനെ കുറച്ച് സമയം അവിടെ കളിപ്പിച്ചു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവനെ കുളിപ്പിച്ച് ഫ്രഷാക്കിയിട്ട് നമ്മൾ പുറത്തോട്ട് പോയി. എന്താ വെച്ചെങ്കിൽ ഇന്ന് ചിക്കുപ്പാൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ നമ്മളിപ്പം അയാളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നമുക്ക് വൈറ്റ് ഫീൽഡ് പോകണം, അവിടെയാണ് അവർ വരാമെന്ന് പറഞ്ഞത്. നമുക്ക് ഇന്ന് തന്നെ നാട്ടിലോട്ട് തിരിച്ചു പോകണം. എന്ത് വെച്ചെങ്കിൽ നാളെ രണ്ടുപേർക്കും ജോലിയുണ്ട്, അപ്പോൾ ലീവ് കുറവാണ്. പുള്ളിക്കാരനെ മീറ്റ് ചെയ്യാൻ നമ്മൾ പാർക്ക് സ്ക്വയർ മോളിലാണ് വന്നത്. പിന്നെ നമ്മൾ ബാർബിക്യൂ നേഷനിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ വേണം ഞങ്ങൾ പുറത്തിറന്ന് തന്നെ പെട്ടൊരവസ്ഥയായി. അവിടെ ഒരു ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ടായിരുന്നു. സീസു ഇത് കണ്ടപ്പം തൊട്ട് കളിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ മൈൻഡ് ഫുള്ള് അവിടെയായിരുന്നു. പോകുന്നതിനേക്കാളും മുമ്പേ, നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നതിന് മുമ്പേ ഇവനിവിടെ കളിക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ വന്നിട്ട് കളിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ടാണ് അകത്തോട്ട് കൊണ്ടുപോയത്. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് സമയം അവിടെ പോസ്റ്റായി. അവിടെ പിന്നെ കയറി പിന്നെ 1 മണിക്കൂർ കഴിയാതെ ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ പിന്നെ കുറച്ച് സമയം അവിടെ ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വന്നിട്ട് നെക്സസ് മോളിൽ പോയിട്ടില്ല, അവിടെ പോകാമെന്ന് പറഞ്ഞിട്ട് പോയി. അവിടെ എത്തുമ്പോൾ അവിടെയും പിന്നെ ഇവന് കളിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 1 മണിക്കൂർ ഇവിടെയും കളിപ്പിച്ചു. ആ സമയത്ത് ഞങ്ങൾ അവിടുന്ന് ഫുഡ് കോർട്ടിൽ നിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിച്ചു. പിന്നെ നമുക്ക് കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ പ്രാവശ്യം ബാംഗ്ലൂർ പോകുമ്പോൾ തീരുമാനിച്ചായിരുന്നു കുറച്ച് നല്ലോണം പർച്ചേസൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. എന്തിനു മാമ വിഷമിച്ച്? ബാംഗ്ലൂർ കൊണ്ടുപോയിട്ടുണ്ട്. എന്നിട്ട് എന്തായാലും നാട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് ഒന്ന് കോർമംഗലം കൂടി പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവനുമായിട്ട് കോർമംഗലം പോയിട്ട് അവൻ അവിടുന്ന് ഫ്രൈസും പിന്നെ വേഫൽ ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ നമുക്ക് ഇന്നലെ പോകാൻ പറ്റിയില്ല, അതുകൊണ്ട് നമ്മൾ ഒരു ദിവസം കൂടി കോർമംഗലയിൽ റൂമെടുത്ത് താമസിച്ചു. അങ്ങനെ ഇപ്പോൾ റൂമൊക്കെ ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ നാട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് തിരിച്ചത്. അതിന് മുമ്പ് നമുക്ക് കുറച്ച് സാധനം വാങ്ങിക്കണം. സീസുവിന് കുറച്ച് ടോയ്സ് വാങ്ങിക്കണം, പിന്നെ ദാബിക്കും ടോയ്സ് വാങ്ങിക്കണം. പിന്നെ നമ്മൾ ഇപ്രാവശ്യം വന്നിട്ട് അത്യാവശ്യം നല്ല ഷോപ്പിംഗ് നടത്തിയിട്ടുണ്ട്. പിന്നെ ഇനി ടോയ്സും കൂടി വാങ്ങിച്ചെങ്കിൽ നമ്മുടെ ഇപ്രാവശ്യത്തെ ബാംഗ്ലൂർ വന്നതിൻ്റെ ഷോപ്പിംഗൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ കടയിൽ നോക്കി കുറേ തപ്പി നടക്കേണ്ടി വന്നു. മെയിനായിട്ട് എന്താ വെച്ചെങ്കിൽ ഇവിടെയും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല, അതാണ് മെയിൻ പ്രശ്നം. അങ്ങനെ പാർക്കിങ് നോക്കിയിട്ട് നമുക്ക് കുറേ സമയം ചുറ്റി നടക്കേണ്ടി വന്നു. അങ്ങനെ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കുറേ ലേറ്റായിപ്പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. പിന്നെ നമുക്കറിയാലോ നമ്മുടെ നാട്ടിലെത്തുമ്പോൾ നല്ല മഴയായിരുന്നു. അങ്ങനെ ഇപ്പം നമ്മളെ ഇന്നത്തെ ഈ ട്രാവലൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.